ഹലോ ഗായ്സ്, ഞങ്ങൾ മലയാറ്റൂർക്ക് പോവാണ് ഗായ്സ്. രാത്രി ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി തന്നെ യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഉറക്കക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അവന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാന്ന് ഓർത്താണ് ഞങ്ങൾ അടുത്തേണ്ട ഒരു അടിപൊളി കടയായിരുന്നു ആ കടയിൽ കയറിയത്. ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഗായ്സ്. പക്ഷെ അപ്പുക്കുട്ടൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവന് കോഫി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ കണ്ടൊരു കോള മതി എന്ന് പറഞ്ഞ് രാത്രി ആ തണുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവന് കോള വേണമെന്ന് വാശി പിടിച്ചപ്പോഴത്തേക്ക് അച്ഛൻ അവന് കോളയൊക്കെ മേടിച്ചു കൊടുത്ത് കോളയൊക്കെ കുടിച്ചോണ്ട് അവൻ ഇരിക്കുമായിരുന്നു. പക്ഷെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് കോഫി അവനോടും കുടിക്കാൻ പറഞ്ഞ് അവൻ വാശിയൊന്നും കാണിക്കാതെ അവൻ കുറച്ച് കോഫിയൊക്കെ കുടിച്ച് അവനും ഭയങ്കര സന്തോഷമാണ് ഈ രാത്രിയിൽ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത്. രാത്രി യാത്ര ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ രാത്രി കാണുന്ന കാഴ്ചകളൊക്കെ എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ. ഞാനൊരു കോഫി മേടിച്ച് കുടിച്ച് എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു അടിപൊളി കാഴ്ച കണ്ടു. എങ്ങോട്ടാന്ന് അറിയത്തില്ല, ഒരു ടാബ്ലോ ആയിരുന്നു രൂപങ്ങൾ. അത് എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന് അറിയത്തില്ല. പക്ഷെ മൊത്തം ഒന്നും കാണാൻ പറ്റിയില്ല, പകുതിയെ മൂടി വെച്ചേക്കുമായിരുന്നു. എന്നാലും ചിലതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. കണ്ടപ്പോൾ ഏതാണ്ട് അടിപൊളി സാധനമാണെന്ന് തോന്നി. ബൈക്കിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോകുന്നതും വഴിയെല്ലാം കാണാൻ അടിപൊളിയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മലയാറ്റൂരെത്തി. അവിടുന്ന് അവിടെ അടുത്തൊരു കടയിൽ കയറി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അന്നേരത്തേക്ക് അപ്പുകൂട്ടന് നല്ല ഉറക്കക്ഷീണമായിരുന്നു, അവൻ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് അവൻ കാര്യമായിട്ട് കഞ്ഞിയൊന്നും കുടിച്ചില്ല. ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. കഞ്ഞിക്കാണെങ്കിൽ പപ്പടവും അച്ചാറും ഒരു തോരനും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഇങ്ങനെ ഓരോ കടയിലൊക്കെ കയറി നല്ല രസമാണ്. പിന്നെ കഞ്ഞി കുടിച്ചതിന് ശേഷം മല കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു മരച്ചോട്ടിരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച്. അവിടെ നിറച്ച ആളുകളായിരുന്നു. ഓരോരുത്തരും നിൽക്കുകയോ നടക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്ത്. അപ്പുകൂട്ടനാണെങ്കിൽ എൻ്റെ മടിയിൽ കിടന്നും ഭയങ്കര ഉറക്കമായിരുന്നു. പക്ഷെ രാത്രി ചെന്നുകൊണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ കാണുന്ന ഓരോ സംഭവങ്ങളും എന്ത് അടിപൊളിയായിരുന്നു അറിയോ. ശരിക്കും കാടിൻ്റെ അകത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ളൊരു പച്ചപ്പായിരുന്നു. ആ പച്ചപ്പിനകത്ത് ഈ ലൈറ്റും ഇലുമിനേഷനും ഒക്കെ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി മൂഡ് പോലെ ഫീൽ ചെയ്യുന്ന അത്ര വൈബായിരുന്നു കാണാനും. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് കിടക്കുന്നു, പലതരത്തിലുള്ള ആൾക്കാർ, പല ഭാഷ പറയുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ നാട്ടിലുള്ള ആൾക്കാരും അവർ ചെയ്യുന്നതൊക്കെ കാണാൻ ശരിക്കും അടിപൊളിയാണ്. ഞങ്ങൾ പിന്നെ ഒരു 4 മണിയോടുകൂടി മല കയറാൻ തുടങ്ങിയിട്ട് ഒരു 6 മണിയോടുകൂടി മലയുടെ മേളിലെത്തി. മല കയറുന്നൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല, അത് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മല കയറി ഞങ്ങൾ മേളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. പള്ളിവക സ്റ്റാളുകൾ ഒരുപാടുണ്ടായിരുന്നു അവിടെ. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 3-4 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലെ നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ വിലയാണ്. കാരണം വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ചുമന്നാണ് മേളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള വില ഓരോ സാധനത്തിനും. എക്സാമ്പിൾ ഒരു കുപ്പിവെള്ളത്തിന് പോലും നമ്മൾ കൊടുക്കണമെന്നാണ്. പിന്നെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി ഞങ്ങൾ നേർച്ചയൊക്കെ മേടിച്ച് അപ്പുക്കുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അവനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അരി വറുത്തതും വേറെ ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനാണേലും അപ്പുകൂട്ടനാണേലും ഒക്കെ മടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തൂടെ നടന്ന ആ ഭാഗങ്ങൾ ഓരോരുത്തരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. തമിഴ് പറയുന്നവരും ഹിന്ദി പറയുന്നവരും ഒക്കെ ഉണ്ട്. എന്തിനേറെ പറയുന്നത് നേപ്പാളികളെ വരെ ഞങ്ങളിവിടെ കണ്ടു. പിന്നെ ഞങ്ങൾ ഈ ആനകുത്തിയ പള്ളിയിൽ നിന്ന് എഴുതിയ ഒരു പള്ളിയാണ് ആദ്യം കാണുന്നത്. ആ പള്ളിയിൽ ഒരുപാട് വിശ്വാസികൾ വന്ന് നേർച്ചയിടുവും. നേർച്ച പൈസയാണ് ഈ താഴെ കിടക്കുന്ന മുഴുവൻ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വേറിട്ടൊരു അനുഭവമാണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇതിന് മാളി വന്നു കഴിഞ്ഞുള്ള പ്രകൃതി ഭംഗിയാണ് അടിപൊളി. നമുക്കിതിൻ്റെ ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റും. ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ അതിനുമൊക്കെ അപ്പുറം ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് നമുക്കറിയത്തില്ല. അതുപോലെ മലകളൊക്കെയാണ്. രാവിലെ വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മഞ്ഞ് വീഴ്ചയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ വ്യൂ എല്ലാം അടിപൊളിയാണ് ഗായ്സ്. നമ്മൾ പറയാതിരിക്കും, ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഓരോന്നും കണ്ട് പള്ളിയുടെ പരിസരവും അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ഭംഗിയും എല്ലാം കണ്ട് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ യാത്ര ആഘോഷകരമാക്കുന്നത്. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നവർ വേറെ, പള്ളിയിലോട്ട് വീണ്ടും വന്നു ചേരുന്നവർ വേറെ, അങ്ങനെ ഒരുപാട് ആളുകളാണ് ഉള്ളത്. ഇത്ര രാവിലെ ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു തിരക്ക് കുറവുള്ളത്. അപ്പുക്കുട്ടനാണെങ്കിൽ എപ്പോഴും അച്ഛയുടെ തോളത്ത് തന്നെയാണ്. അവനൊട്ടും നടക്കാൻ കഴിയത്തില്ല. അവന്
എപ്പോഴും ഈ പരിപാടിയാണ്, അവൻ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ ഞങ്ങൾ ഈ കാണുന്നത് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് വേറൊരു വഴിയാണ്. കയറി വരുന്ന വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നത്. കയറി വരുന്ന വഴിയുടെ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചിറങ്ങി പോകാനില്ല. അതേസമയം നമ്മൾ തിരിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ യേശുവിൻ്റെ കാൽപാദം പതിഞ്ഞെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണിത്. അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇവിടെ ഈ പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന തിരിച്ചിറങ്ങുന്ന വഴി. ആ തിരിച്ചിറങ്ങുന്ന വഴി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു അടിപൊളി വ്യൂ ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങൾ അത്ര അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവിടെ നിന്ന് സെൽഫി എടുക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പുക്കുട്ടനാണ് അവിടെ ഒരു പാറക്കല്ല് കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് അതിലിരുന്ന്, എന്നിട്ട് എന്നെയും വിളിച്ച്. പിന്നെ ഞാനും അവൻ്റെ കൂടെ ഇരിക്കണമെന്നായി. അച്ഛയുടെ കൈ ഫോൺ വീഡിയോ എടുക്കാൻ കൊടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവനാണ് എന്നോട് ഓരോരോ കാര്യങ്ങൾ പറയുമോ, ഇതാരാ അമ്മേ, ഇതെന്താ അമ്മേ, അങ്ങനെ അവന് ഒത്തിരി സംശയമാണ്. പിന്നെ അവന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണമെന്ന് തന്നെ ഇല്ല. അതുപോലത്തെ ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. നിറച്ച് ആളുകൾ, എന്ത് ഭംഗിയായിരുന്നു കാണാൻ. ഈ കയറി വരുന്ന ആൾക്കാരും ഇറങ്ങിപ്പോകുന്ന ആൾക്കാരും ഒക്കെ. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്നുള്ള ഏറ്റവും അടിപൊളിയായിട്ടൊരു വ്യൂ ആണ്. എന്ത് ഭംഗിയാണ് കാണാൻ. കാരണം കാടിൻ്റെ ചുറ്റും നാടും എല്ലാം ഒന്നിച്ച് ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ. ഇത് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഗൈസ്. അവിടെ കുറച്ച് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. കാടിൻ്റെ പരിസരമൊക്കെ ആയതുകൊണ്ട് കുരങ്ങന്മാരും ആനയും ഒക്കെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എപ്പം ചെന്നാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കുരങ്ങന്മാരെന്ന് പറയുന്നത്. അപ്പുക്കുട്ടനാണെങ്കിൽ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അപ്പുക്കുട്ടൻ അന്നേരത്തേക്ക് ഉറങ്ങിപ്പോയായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവൻ ആ കുരങ്ങന്മാരെ മിസ്സായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക്, അല്ലെങ്കിൽ ആ പള്ളിയുടെ തൊട്ട് താഴെ മല ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളവിടെ പേ ഒന്നും ചെയ്യണ്ട. നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് തിരിച്ചു പോന്നാൽ മതി, വെയിലൊന്നും കൊള്ളാതെ. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ പേര് കിടന്നുറങ്ങുന്നവരും ഇരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയത് എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് ഗായ്സ്. ഈ പുഴയുടെ തീരത്തോടുള്ള ഈ യാത്ര ശരിക്കും അടിപൊളിയാണ്. ശരിക്കും കാടും മലയും പ്രകൃതി ഭംഗി എല്ലാം ആസ്വദിച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ശരിക്കും വേറൊരു മൂഡായിരിക്കും. പിന്നെ ഈ പുഴയുടെ സൈഡിൽ കൂടെയുള്ള ഈ യാത്രയ്ക്ക് ശരിക്കും നല്ല തണുത്ത കാറ്റ് വീശി രാവിലെ നേരങ്ങളിൽ. പിന്നെ അങ്ങോട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീവീടുകളുടെ ബഹളമാണ്. ശരിക്കും പറഞ്ഞ ഒരു കാട്ടിൻ്റെ അകത്ത് പെട്ടുപോയ അവസ്ഥയാണെന്ന് തന്നെ പറയാം. കാട് തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാട് തീരുന്നില്ല. പക്ഷേ ഈ വഴിയിൽ ഇങ്ങനെ വണ്ടികളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്കങ്ങ് തോന്നില്ല. എന്നാലും വഴിയിലിങ്ങനെ ഓരോ ജീവികളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ്. ഞങ്ങളും വഴി സൈഡിലായിട്ട് ഒരുപാട് ജീവികളെയൊക്കെ കാണാൻ പറ്റി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങന്മാരൊക്കെ ശരിക്കും ഒത്തിരി ഉണ്ട്. പക്ഷെ ഈ കാട്ടിൽ നിന്ന് ചിലപ്പം പുറത്തു പോകണ്ടെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെ രസമാണ്. അതേ സൈഡിൽ എന്തോ ഒരു ജീവിയൊക്കെ നിപ്പുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും ശരിക്കും പറഞ്ഞാൽ സൂപ്പർ വൈബാണ് ഈ കാട്ടിലൂടെയുള്ള യാത്ര. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാട് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് വീട്ടുകാർ സ്നേഹത്തോടു കൂടി നമുക്ക് കഞ്ഞിയും പിന്നെ തണ്ണിമത്തങ്ങയും ജ്യൂസും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇവയൊക്കെ നമുക്ക് കഴിക്കാം. ആർക്കും വിശന്ന് വലഞ്ഞ് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുക്കുട്ടനാണെങ്കിൽ ഉറങ്ങി. ഞങ്ങൾ ബൈക്കിനായോണ്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും മടുത്തായിരുന്നു. പിന്നെ ഒരു ചേച്ചിയുടെ കടയിൽ കയറി ഞങ്ങൾ 2 നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് കയറി. ആ ചേച്ചിയാണ് നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്ന. ഞങ്ങൾക്ക് ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുപോലെ അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്